മത്സരങ്ങൾക്കൊക്കെ പാടുമ്പോൾ നമുക്കിങ്ങനെ കേട്ട് ആസ്വദിച്ചിരിക്കാൻ പറ്റുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ലൈറ്റ് മ്യൂസിക്കാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഓരോ വരികൾ വെച്ചിട്ടാണ് പാടിത്തരുന്നത്. ഇതിൻ്റെ വരികളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് ഉണ്ടാവുക. ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് വരികളൊക്കെ നന്നായിട്ടൊരു ബുക്കിലേക്ക് എഴുതിയെടുക്കണം, അല്ലെങ്കിൽ ഒരു പേപ്പറിലേക്ക് എഴുതിയെടുക്കണം. എന്നിട്ട് ഈ വരികൾ പറഞ്ഞു തരുന്ന സമയത്ത് നിങ്ങൾക്ക് എവിടെ മനസ്സിലാവുന്ന വിധത്തിൽ അത് അണ്ടർലൈൻ ചെയ്ത് വെക്കണം. ഓക്കെ, ഇപ്പം കുറച്ച് ഹൈ പാടുന്ന നോട്ടാണെങ്കിൽ ജസ്റ്റ് മുകളിലേക്കൊരു മാർക്കൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും അവിടെ മുകളിലേക്കാണ് പാടേണ്ടത് എന്നൊക്കെ. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിധത്തിൽ ചെയ്തു വെച്ചാൽ പാടാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ദീപ്ത സംഗീതത്തിലേക്ക് സ്വാഗതം. ഞാൻ ദീപ കിഷോർ. പിന്നെ ലൈറ്റ് മ്യൂസിക് പാടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. അത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് അത് പറയുന്നത് കേട്ടോ. സ്റ്റേജിൽ കയറുന്ന സമയത്ത് തന്നെ നമ്മൾ കുറച്ച് വെള്ളം കുടിച്ചിട്ടൊക്കെ കയറാൻ നോക്കണം. പെട്ടെന്ന് തൊണ്ട ഡ്രൈ ആവാൻ വഴിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം, ഒരുപാട് കുടിച്ച് വയറ് വീർപ്പിച്ച് കയറാനല്ല കേട്ടോ പറയുന്നത്. കുറച്ച് വെള്ളം കുടിച്ചിട്ട് തൊണ്ടയൊന്ന് നനച്ചിട്ട് വേണം നമ്മൾ സ്റ്റേജിൽ കയറാൻ വേണ്ടിയിട്ട്. പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള കുട്ടികളാണെങ്കിൽ അതൊക്കെ അതിനനുസരിച്ചിട്ട് നമ്മൾ കെയർ ചെയ്യണം. അതായത് ചിലർക്ക് പെട്ടെന്ന് വിറയൽ വരും, ചിലർക്ക് പെട്ടെന്ന് ഇതേപോലെ തൊണ്ട ഡ്രൈ ആവുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും നമ്മൾ സ്റ്റേജിൽ കയറുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വിറയിൽ വരുന്നതൊക്കെ കുറച്ചൊരു കോൺഫിഡൻറ്റ് കുറവുകൊണ്ടാണ്. നമ്മൾ ഒരുപാട് സ്റ്റേജുകളിലൊക്കെ കയറി കഴിയുമ്പോൾ ആ വിറയിലൊക്കെ കുറച്ച് കുറയും. കാരണം നമ്മൾ ഒരു ടെൻഷൻ ഉള്ളത് കൊണ്ടാണ് ആ വിറയിൽ വരുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾ സ്റ്റേജിൽ കയറിയിട്ട് പാടാൻ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഓരോ സ്റ്റേജിൽ കയറുമ്പോഴും അതിന് വ്യത്യാസം വരും നമുക്ക്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നന്നായി ശ്രദ്ധിക്കണം. വെള്ളം കുടിക്കാൻ മറന്നു പോകരുത്, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ. അതേപോലെ ലൈറ്റ് മ്യൂസിക് പാടുമ്പോൾ നല്ല കൂളായിട്ട് പാടണം. നമ്മൾ അവിടെ ബലം പിടിച്ചിട്ട് നമ്മളൊന്നും ചെയ്യരുത്. നല്ല കൂളായിട്ട് പാടിപ്പോണം. കേൾക്കുന്ന ആളുകൾ നന്നായി ആസ്വദിക്കുന്ന വിധത്തിൽ നമ്മളിവിടെ പാടണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലളിതഗാനാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് കേട്ടോ. ആളുകളൊക്കെ നന്നായി ആസ്വദിച്ച് ഇരിക്കുന്ന ഒരു ലൈറ്റ് മ്യൂസിക് തന്നെയാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ പല്ലവിയിലേക്ക് കയറാം. കുളിരൂറും കൗമാര സ്വപ്നം വിരിച്ച പുഴയുടെ തീരമാണെൻ്റെ ഗ്രാമം. അതാണ് ഫസ്റ്റ് രണ്ട് വരികൾ. അതെങ്ങനെയാണ് പാടുന്നത് നോക്കിയേ. ശ്രുതി ചേർന്ന് പോകണം കേട്ടോ. ഞാനിവിടെ ശ്രുതി 6 ശ്രുതിയാണ് വെച്ചിട്ടുള്ളത്. 6 ഘട്ട ശ്രുതി, അതായത് എ. അപ്പോൾ നിങ്ങൾ ഏത് ശ്രുതിയിലാണോ പാടുന്നത് ആ ശ്രുതി നല്ല പെർഫെക്റ്റ് ആയിട്ട് പോകണം. മാക്സിമം നിങ്ങൾ ഈ ശ്രുതിയിൽ തന്നെ പാടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഞാൻ ഇതിലാണല്ലോ പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ശ്രുതി തന്നെ വെച്ചിട്ട് പാടാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇനി ശ്രുതി വെക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ പോട്ടെ, സാറില്ല. ഈ എൻ്റെ കൂടെ പാടി പഠിച്ചാൽ നിങ്ങൾ ഇതേ ശ്രുതിയിൽ പഠിച്ചോളൂ കേട്ടോ. അതുകൊണ്ട് ശ്രുതി വെക്കാൻ അറിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. കുളിരൂറും എന്നാണ് ആ തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ലയം വരുന്നുണ്ട് അല്ലേ പാട്ടിൻ്റെ. നോക്കിയേ, കുളിരൂറും കുളിരൂറും കൗ കൗ എന്നാണ് കൗമാര എന്ന് വരുന്നത്. കൗ ആ അങ്ങനെ വരുന്നുണ്ട്. കൗമാര മാര. ഓക്കെ, കുളിരൂറും കുളിരൂ അവിടെയും ആ സംഗതി ശ്രദ്ധിക്കണം കേട്ടോ. സംഗതി എന്ന് പറയണമെന്നില്ല, ചെറിയൊരു നോട്ടേ ഉള്ളൂ. കുളിരൂറും കൗമാര. ഓക്കെ, സ്വപ്നം. അവിടെ ഞാൻ എപ്പോഴും പറയാറുണ്ട് സ്വപ്നം എന്ന് പറയണം, സ്വപ്നം എന്ന് പറയരുത്. അപ്പോൾ ഓരോ പാട്ടിനും ഭംഗി കൊടുക്കുന്നത് അതിൻ്റെ അക്ഷരങ്ങളാണ്. ഓക്കെ, അക്ഷരം നമ്മൾ എങ്ങനെ പറയുന്നോ അതാണ് അതിൻ്റെ ഭംഗി വരുന്നത്. അപ്പം നല്ല വൃത്തിയായിട്ട് പറയണം. സ്വപ്നം. അതേസമയം സ്വപ്നം എന്ന് പറയുന്നത് വളരെ വ്യത്യാസമുണ്ട് അല്ലേ. അപ്പം അത് ശ്രദ്ധിച്ച് തന്നെ പറയണം. സ്വപ്നം
സംഗതി. ഓക്കെ, സ്വപ്നം വിരിച്ച എന്നാണ് പാടുന്നത്. ഓക്കെ, ഒക്കെ ശ്രദ്ധിച്ച് പഠിക്കണം ഓരോ സെൻറ്റൻസും കേട്ടോ. അപ്പോൾ അതിലൊക്കെ നമുക്ക് ചെറിയ ചെറിയ നോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ശ്രദ്ധിച്ച് പാടിയതിന് ശേഷം നമ്മൾ ഒരുമിച്ച് പാടി നോക്കിയാൽ മതി. അടുത്ത വരി നോക്കിക്കേ. പുഴയുടെ, അവിടെയും ഒരു സംഗതി കൊടുത്തിട്ടുണ്ട്. പുഴയുടെ അവിടെ നോക്കിക്കേ. പറയുമ്പോൾ കിട്ടുമോ നിങ്ങൾക്ക്? ലാല ലല ലാല, മനസ്സിലായോ? അപ്പം അത്രയും സംഗതികൾ അവിടെ ഉണ്ട്. ലാല ലല ലാല, മനസ്സിലായോ? അപ്പം അത് നോക്കിയിട്ട് ആ സംഗതികൾ മൊത്തം അവിടെ വരണം. പുഴയുടെ, ഓക്കെ, തീരമാ നിങ്ങൾ ഫസ്റ്റ് കേട്ടപ്പോൾ ഇത്രയും സംഗതി ഉണ്ടാവും എന്ന് വിചാരിച്ചില്ല അല്ലേ? പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ സംഗതികളൊന്നും അഥവാ പാടാൻ കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക. എല്ലാവർക്കും എല്ലാ സംഗതികളും കറക്റ്റായിട്ട് കിട്ടിക്കൊള്ളണമെന്നൊന്നുമില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് അങ്ങനെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ പ്ലെയിൻ ആക്കിയിട്ട് പാടി കൊടുക്കണം. വൃത്തികേടാക്കരുത് സംഗതി പാടിയിട്ട് അവിടെ പ്ലെയിൻ ആയിട്ട് പാടി കൊടുക്കണം. എങ്ങനെ പാടും അപ്പോൾ? പുഴയുടെ മതി, അങ്ങനെ പാടിയാലും മതി. പുഴയുടെ അങ്ങനെ പാടിയാലും മതി. ഇനി സംഗതികൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇനി അടുത്തത് തീരമാ. അതേപോലെ സംഗതി അവിടെ വരുന്നുണ്ട്. തീരമാണെൻ്റെ ഗ്രാമം എന്നാണ്. ഇങ്ങനെ പോണം. ഗ്രാമം എന്നാണ്. ഗ്രാമം, മനസ്സിലായോ? കല്ലെറിഞ്ഞോളങ്ങൾ, ഓക്കെ, കല്ലെറിഞ്ഞോളങ്ങൾ. ഈ ഒരു പാരഗ്രാഫ് ഞാനിത് പഠിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു പാരഗ്രാഫ് മുഴുവനായിട്ട് പാടിത്തരാം കേട്ടോ. അപ്പോൾ ആദ്യം നിങ്ങളിത് പഠിക്കാം, എന്നിട്ട് ഇത് മുഴുവനായിട്ട് പാടി നോക്കിയാൽ മതിയേ. കല്ലെറിഞ്ഞോ, അവിടെയും സംഗതി വരുന്നത് എന്താണ്? എന്ന് വരുന്നുണ്ട്. മനസ്സിലായോ? ക്ലിയർ? കല്ലെറിഞ്ഞോളങ്ങൾ എന്നാണ്. അപ്പോൾ ഓരോന്നും കട്ട് ചെയ്ത് നിങ്ങൾ പഠിക്കണം കേട്ടോ. കല്ലെറിഞ്ഞോളങ്ങൾ തീർത്തോരാ, മനസ്സിലായോ? കുറച്ച് മുകളിലേക്ക് കയറിയിട്ട് പാടണം. തീർത്തോരാ കാലത്തിനെടുക്കുന്നത് നോക്കിയേ. എന്നാണ്. എന്നാണ്. കാലത്തിൻ, മനസ്സിലായോ? അത്രയും സംഗതി അവിടെ കിടക്കുന്നുണ്ട്. നിർമ്മല എന്നാണ്. നിർമ്മല സ്നേഹമാ എന്നാണ്.
ഗ്രാമം ഗ്രാമം എന്നാണ്. വീണ്ടും ഒന്നുകൂടെ. നിർമ്മല നിർമ്മല സ്നേഹമാ സ്നേഹമാ നിന്റെ ഗ്രാമം. ഓക്കെ, അപ്പോൾ അതിൻ്റെ താളവും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ പാടുമ്പോൾ ഞാനിവിടെ താളം അടിക്കാം, ആ താളത്തിൽ തന്നെ നിങ്ങൾ പാടി പഠിക്കണം. ഓക്കെ, നോക്കിയേ. കുളിരൂറും കൗമാര സ്വപ്നം വിരിച്ച പുഴയുടെ തീരമാണെൻ്റെ ഗ്രാമം. ഗ്രാമം നിർമ്മല സ്നേഹമാണിൻ്റെ ഗ്രാമം. കുളിരൂറും കൗമാര സ്വപ്നം വിരിച്ച പുഴയുടെ തീരമാണെൻ്റെ ഗ്രാമം. എൻ്റെ ഗ്രാമം. അത്രയും വരെ പാടിയതിൻ്റെ ശേഷമാണ് പിന്നെ നമ്മൾ അനുപല്ലവി പാടുന്നത്, അതായത് സെക്കൻഡ് പാരഗ്രാഫ് പാടുന്നത്. ഓക്കെ, ഇനി നമ്മൾ സെക്കൻഡ് പാരഗ്രാഫ് ആദ്യം പഠിക്കാം, എന്നതിൻ്റെ ശേഷം നമുക്ക് അത് മുഴുവനായിട്ട് പാടി നോക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ഓക്കെ, ഇനിയിപ്പോൾ വലിയ ആളുകളൊക്കെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അവരെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അവിടെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മത്സരത്തിന് പാടാലോ. അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ശരി, അപ്പോൾ നമുക്ക് അടുത്തത് പാടി നോക്കാം. അടുത്ത പാരഗ്രാഫ്, അതായത് അനുപല്ലവി. നാണത്താൽ എന്നാണ്. നാണത്താൽ താൽ എന്ന് വേണേ. എന്നാണ്. അവിടെയും ഒരു സംഗതി കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഒരുപാട് സംഗതികൾ അങ്ങനെ പാടാൻ വിഷമം വരികയാണ്, പക്ഷെ നിങ്ങൾക്ക് പാടാൻ ആഗ്രഹമുണ്ട്, അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, അവിടെ അത്രയും സംഗതി കൊടുക്കണ്ട. നാണത്താൽ എന്ന് പാടിയാലും മതി, ഒരുപാട് സംഗതികൾ ഇടാതെ ക്ലീൻ ആയിട്ട് പാടിപ്പോയാൽ മതി കേട്ടോ. അതാണ് സംഗതി കൊടുക്കുമ്പോൾ വരുന്നത്. എന്നും വരുന്നുണ്ട്. നാണത്താൽ. ഓക്കെ, നാണത്താൽ താൽ എന്ന് കൊടുക്കാം കേട്ടോ. താൽ. ഓക്കെ, അപ്പം എങ്ങനെ വരും? നാണത്താൽ. ഓക്കെ, ഞാനത് കുറേ പ്രാവശ്യം പാടുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്നില്ലല്ലോ. അതെന്താണെന്ന് വെച്ചാൽ ഒരുപാട് തവണ നിങ്ങൾക്ക് എന്നെ പാടി തരുമ്പോഴാണ് അത് നന്നായിട്ട് അങ്ങോട്ട് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഒരു വരി തന്നെ ഒരുപാട് തവണ നിങ്ങൾക്ക് പാടി തരുന്നത് കേട്ടോ. അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ഞാൻ. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി അത് ഉൾക്കൊള്ളാൻ പറ്റും തോന്നുന്നു എനിക്ക്, അതുകൊണ്ടാണ്. നാണത്താൽ വിരൽ നഖ വിരൽ വിരൽ നഖ എന്നാണ്. നാണത്താൽ വിരൽ നഖ ചിത്രങ്ങളെഴുതുമ്പോൾ ചിത്രങ്ങളെഴുതുമ്പോൾ എന്നാണ്. ലെഴു എന്നാണ്. ലെഴുത്തുമ്പോൾ എന്നാണ്.
ഇത് നന്നായി മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. ഓരോ വേർഡും ഞാൻ പറഞ്ഞല്ലോ, ശ്രദ്ധിച്ച് പഠിക്കണം നിങ്ങൾ, എന്നാലേ മനസ്സിലാവുള്ളൂ. കുറച്ച് സമയം നമ്മൾ ഇതിന് മാറ്റി വെക്കണം കേട്ടോ. അടുത്ത വരി നോക്കിക്കേ. നാണിച്ചു നാണിച്ചു എന്നാണ്. നാണിച്ചു നിന്നോരാ നിന്നോരാ ശാലീന ശാലീന തേ 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 ശാലീന തേ. അവസാനം. ഇനി അടുത്ത വരി. പരിരംഭണത്തിനായി മുകളിലേക്ക് കയറണം നോട്ട്. പരിരംഭണത്തിനായി തീനായി ഇതൾ വിങ്ങും ഇതൾ വിങ്ങും വിങ്ങും പൂവിനെ. കുഞ്ഞൊരു സംഗതി അവിടെ കൊടുക്കാം. വിങ്ങും പൂ പൂ അവിടെ പൂവിനെ ആ പൂ പൂവിനെ എന്ന് കൊടുക്കാം കേട്ടോ. പരിരംഭണത്തിനായി ഇതൾ വിങ്ങും പൂവിനെ എന്ന്. ഓക്കെ. മാറോടു മാറോ മാറോ റോ ഓ എന്നാണ്. മാറോടു ഡു അവിടെയാണ് ഡു വരുന്നത്. മാറോടു ഡു അവിടെയാണ്. നോട്ട് കറക്റ്റായിട്ട് പാടിക്കൊടുക്കണം കേട്ടോ. മാറോടു മാറോടു ചേർക്കൂ ചേർക്കൂ വാൻ വാൻ ആൻ എന്നാണ്. മാറോടു ചേർക്കൂ വാൻ. ഓക്കെ. കൊതിച്ച കാലം കൊതിച്ച കൊതിച്ച അവിടെയും സംഗതി. കൊതിച്ച കാലം അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ കിടുകിടുകിട് സംഗതികളാണ് കേട്ടോ. അപ്പം അത് നോക്കിയിട്ട് പാടണം. ഞാൻ പറഞ്ഞല്ലോ, ഇനി നിങ്ങൾക്ക് അങ്ങനെ കിട്ടുന്നില്ല, ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ അവിടെ ജസ്റ്റ് പ്ലെയിൻ ആക്കിയിട്ടിട്ട് പാടിയാലും മതി. ശ്രുതി ഔട്ടായി പോകരുത് കേട്ടോ. ഇനി ഒരുപാട് സംഗതികളൊക്കെ പാടിക്കഴിഞ്ഞ് നമുക്ക് പാടാൻ കിട്ടാതെയൊക്കെ പാടുമ്പോൾ നമുക്ക് അവിടെ പിച്ച് ഔട്ടൊക്കെ ആയിപ്പോവും. അപ്പോൾ അതൊക്കെ നമ്മൾ ഒഴിവാക്കാനായിട്ട് പരമാവധി നന്നായിട്ട് ശ്രുതി ചേർത്ത് പാടാൻ നോക്കണം കേട്ടോ. ഒരുപാട് സംഗതികളൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് കിട്ടുന്ന വിധത്തിൽ നന്നായിട്ട് വൃത്തിയായിട്ട് പാടണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം പ്ലെയിനായിട്ട് പാടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആ ബാല്യ സ്വപ്നങ്ങൾ ആ ബാല്യ സ്വപ്നങ്ങൾ. ശ്രദ്ധിച്ചോ, അവിടെ സ്വപ്നങ്ങളാണ് കേട്ടോ. സ്വപ്നങ്ങൾ എന്ന് പാടരുതേ. നമ്മൾ സ്വാഗതം എന്നല്ലേ പറയുക, അതുപോലെ തന്നെ അവിടെ സ്വ എന്നാണ് പറയേണ്ടത്. സ്വപ്നം എന്നാണ് പറയുക. നമ്മൾ നോർമലി പറയുമ്പോൾ കുറേ ആളുകൾ എങ്ങനെയാ പറയുക, സ്വപ്നം കണ്ട് എന്ന് പറയൂലേ. പക്ഷെ അത് തെറ്റാണ്. എങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്? സ്വപ്നം. ആ ബാല്യ സ്വപ്നങ്ങൾ. ഓക്കെ. സ്വപ്നങ്ങൾ വീണു. സംഗതി ഉണ്ട് അല്ലേ. വീണു എന്നാണ്. ആ വീണു
അതും നല്ല ശ്രുതി ചേർന്ന് പോണം കേട്ടോ. വീണു മയങ്ങുന്ന ആ വീണു അതിൽ നിന്നും മയങ്ങുന്ന അതിലേക്ക് നല്ലൊരു ഫ്ലോയിലിങ് പോന്നാൽ മതി. അപ്പോൾ അവിടെ ശ്രുതി നിങ്ങൾക്ക് ഔട്ടായി പോവില്ല. ഓക്കെ, ഇനി അടുത്ത വരി നോക്കിക്കേ. കാവുള്ള കാവുള്ള നാടാ. അത്രയും സംഗതി പതുക്കെ 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 ഇങ്ങനെ ഇറങ്ങി വരണം. കാവുള്ള നാടാ കാവുള്ള നാടാ. മനസ്സിലായോ? അങ്ങനെ സ്ലോ ആക്കിയിട്ടൊന്ന് പാടി പഠിക്കുക കേട്ടോ. എന്നിട്ട് പതുക്കെ നമ്മൾ ഫാസ്റ്റാക്കി കൊടുത്താൽ മതി. ഒരുപാട് ഫാസ്റ്റ് അല്ല ഈ പാട്ട്, എന്നാലും നന്നായി സ്ലോ ആക്കിയിട്ട് നമ്മൾ പഠിക്കണം. ഓക്കെ. കാവുള്ള നാടാ നിന്റെ ഗ്രാമം എൻ്റെ ഗ്രാമം. ക്ലിയർ ആയോ? കാവുള്ള നാടാ നിന്റെ നിന്റെ ആഹാ നിന്റെ ഗ്രാമം. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലേ? ഇനി ഞാനത് ആ ഒരു പാരഗ്രാഫും മുഴുവനായിട്ട് പാടിത്തരാം കേട്ടോ. നാണത്താൽ വിരൽ നഖ ചിത്രങ്ങളെഴുതുമ്പോൾ നാണിച്ചു നിന്നൊരാ ശാലീനതേ. നാണത്താൽ വിരൽ നഖ ചിത്രങ്ങളെഴുതുമ്പോൾ നാണിച്ചു നിന്നൊരാ ശാലീനതേ. പരിരംഭണത്തിനായി ഇതൾ വിങ്ങും പൂവിനെ മാറോടു ചേർക്കുവാൻ കൊതിച്ച കാലം. ആ ബാല്യസ്വപ്നങ്ങൾ വീണു മയങ്ങുന്ന കാവുള്ള നാടാ നിന്റെ ഗ്രാമം. കുളിരൂറും കൗമാര സ്വപ്നം വിരിച്ച പുഴയുടെ തീരമാണെൻ്റെ ഗ്രാമം എൻ്റെ ഗ്രാമം. അത്രയും വരെ പാടുക. എന്നിട്ട് പിന്നെ നമ്മൾ ചരണത്തിലേക്ക്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് അനുപല്ലവി നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ചരണം ഈസി ആയിരിക്കും കേട്ടോ. അനുപല്ലവി സെയിം ഒരു ട്യൂൺ തന്നെയാണ് ചരണത്തിലും കൊടുത്തിട്ടുള്ളത്. എന്നാലും ഞാനത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കുക കേട്ടോ. ഓക്കെ, നോക്കിയേ, ഓരോ വരി വെച്ച് ആദ്യം നോക്കി പഠിക്കാം. കൂത്തമ്പലങ്ങളിൽ ആണ് തമ്പലങ്ങളിൽ എന്നുള്ളതിൻ്റെ ഉള്ളിലുള്ള നോട്ടാണത്. അതായത് തമ്പ തമ്പ എന്ന് വരണം. അവിടെ കുട്ടി യോജിപ്പിച്ച് പാടണം. ഓക്കെ. കൂത്തമ്പലങ്ങളിൽ ഹരികഥ ഹരികഥ കേൾക്കുമ്പോൾ കേൾക്കുമ്പോൾ എന്നാണ് കേട്ടോ. കൂട്ടിന്നോ കൂട്ടിന്നോ വന്നൊരാ
എന്നാണ്. കൂട്ടിന്നു വന്നോരാ മോളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവിടെ? അനുപല്ലവിയില്. ഓക്കെ, ഓക്കെ. ഇനി അടുത്ത വരിയിലേക്ക് നോക്കൂ. ഓക്കെ, നമ്മൾ പതുക്കെ മുകളിലോട്ട് നമ്മൾ നോട്ട് കൊണ്ടുപോകണം. നീ ഓക്കെ, വേർപിരിഞ്ഞു വേർപിരിഞ്ഞു പിരിഞ്ഞു റിഞ്ഞു വേർപിരിഞ്ഞു എന്നാണ്. വേർപിരിഞ്ഞു പോയോരാ നിമിഷങ്ങളും വേർപിരിഞ്ഞു പോയോരാ നിമിഷങ്ങളും. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് ആ ബാല്യസ്വപ്നങ്ങൾ. നമ്മൾ മുകളിൽ പാടിയിട്ടുള്ള അതേ ലിറിക്സ് തന്നെയാണ് താഴെയുള്ളത്, അതേ ട്യൂൺ തന്നെയാണ് ഇവിടെയും പാടുന്നത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നിങ്ങളത് പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ആ ബാല്യസ്വപ്നങ്ങൾ വീണു മയങ്ങുന്ന കാവുള്ള നാടാ നിന്റെ ഗ്രാമം. ഇതിൻ്റെ കറക്റ്റ് സംഗതികളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു തന്നായിരുന്നു അല്ലേ? അപ്പം അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത് പഠിച്ചിട്ടേ ഇതിലേക്ക് വരാവൂ കേട്ടോ. അനുപല്ലവി പഠിച്ചതിന് ശേഷം നിങ്ങൾ ചരണത്തിലേക്ക് വരാൻ പാടുള്ളൂ. അപ്പോൾ പിന്നെ ഇത് റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്ത്? പല്ലവി റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്കിത് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. നന്നായി നിങ്ങൾ കുറച്ച് സമയം ഇരുന്ന് ക്ഷമിച്ച് പഠിക്കുക തന്നെ വേണം. നിങ്ങളിപ്പോൾ മ്യൂസിക് ക്ലാസ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ മണിക്കൂറുകളോളം ഇരുന്ന് നിങ്ങൾ പഠിക്കുന്നില്ലേ? അതുപോലെ തന്നെ നിങ്ങൾ വീട്ടിൽ നിന്ന് ബുക്കും പെന്നും ഒക്കെ എടുത്ത് വെച്ച് എഴുതി നല്ല ക്ഷമയോടുകൂടി ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുഴുവനായിട്ട് ഞാനൊന്ന് പാടിത്തരാം. മുഴുവനായിട്ടല്ല, ഈ ഒരു പാരഗ്രാഫ്, അതായത് ചരണം. ഓക്കെ, അപ്പം ഞാൻ പല്ലവി നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ് പാടി തന്നായിരുന്നു, അതേപോലെ അനുപല്ലവിയും പാടി തന്നായിരുന്നു. ഇനി നമ്മൾ ചരണം. ഓക്കെ, മുഴുവനായിട്ട് പാടിയിടുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ വരുന്നുണ്ട്. കോപ്പിറൈറ്റ് ഇഷ്യൂസൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒറ്റയടിക്ക് അത് മുഴുവനായിട്ട് പാടിയിടാത്തത്. നിങ്ങൾ ഇങ്ങനെ തന്നെ പാടി പഠിച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾ മുഴുവനായിട്ട് പാടി നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്കിനി ചരണം, അത് ആ ഒരു പാരഗ്രാഫ് പാടി നോക്കാം. ഞാനത് താളടിച്ച് പാടാം. താളത്തിൻ്റെ കൂടെ നിങ്ങളും അതേപോലെ തന്നെ പാടി വരണം കേട്ടോ. സോറി, ഞാൻ അനുപല്ലവി പാടിയപ്പോൾ എനിക്ക് തോന്നുന്നു താളം അടിച്ചിട്ടില്ല. സാറില്ല, കുഴപ്പമില്ല. നിങ്ങൾ ഈ ഒരു താളം പഠിച്ചു വെക്കണം കേട്ടോ. എന്നിട്ട് അതേ ടൈമിൽ നിങ്ങൾ അടിച്ചു കൊടുക്കണം. ഓക്കെ. കൂത്തമ്പലങ്ങളിൽ ഹരികഥ കേൾക്കുമ്പോൾ കൂട്ടിന്നു വന്നൊരാ ശാലീനതേ. കൂത്തമ്പലങ്ങളിൽ ഹരി
അത്രയും വരെ പാടിയിട്ട് പിന്നെ നമ്മൾ അത് പാട്ട് അവസാനിപ്പിക്കുമ്പോൾ ഒന്നുകൂടെ അതിൻ്റെ പല്ലവി പാടി വീണ്ടും അതിൻ്റെ തുണ്ടുപല്ലവി പാടിയിട്ടാണ് അവസാനിപ്പിക്കുന്നത്. കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അതായത് ഇപ്പം നമ്മൾ കാവുള്ള നാടാണ് എൻ്റെ ഗ്രാമം വരെ പാടിയില്ലേ ശരണം. ഇനി വീണ്ടും നമ്മൾ എന്ത് പാടുന്നു? പല്ലവി പാടുന്നു. പാടാം. കുളിരൂറും കൗമാര സ്വപ്നം വിരിച്ച പുഴയുടെ തീരമാണെൻ്റെ ഗ്രാമം. കല്ലെറിഞ്ഞോളങ്ങൾ തീർത്തൊരാ കാലത്തിൻ നിർമ്മല സ്നേഹമാണെൻ്റെ ഗ്രാമം. നിർമ്മല സ്നേഹമാണെൻ്റെ ഗ്രാമം. കുളിരൂറും കൗമാര സ്വപ്നം വിരിച്ച പുഴയുടെ തീരമാണെൻ്റെ ഗ്രാമം. എൻ്റെ ഗ്രാമം. ഇങ്ങനെ പാടിയിട്ടാണ് അത് അവസാനിപ്പിക്കുന്നത് കേട്ടോ. പിന്നെ ഒരുപാട് ലൈറ്റ് മ്യൂസിക് നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓൾറെഡി. അതൊക്കെ പോയിട്ട് നോക്കണം നിങ്ങൾ. നന്നായിട്ട് പാടാൻ പറ്റുന്ന ഏതാണ് നോക്കിയിട്ട് കേട്ട് പഠിക്കുക കേട്ടോ. അതേപോലെ കവിതകൾ എല്ലാം ഉണ്ട്. സ്കൂൾ കലോത്സവത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കവിതകളും ലൈറ്റ് മ്യൂസിക്കും ഒക്കെ നമ്മൾ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എടുത്തിട്ട് പഠിക്കൂ കേട്ടോ. തീർച്ചയായിട്ടും ഈ ഒരു ലളിതഗാനം നിങ്ങൾ പാടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്നായിട്ട് എല്ലാവരും പെർഫോം ചെയ്യുക. നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.